ഫെബ്രുവരി 3-ന് ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 4 സർവേ വെസലുകളിൽ ആദ്യത്തേതായ INS സന്ധായക് ഏറെ സന്തോഷത്തോടെ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ആഹ്ലാദ പ്രകടനത്തിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യക്കുള്ള സർവേ വെസൽ ശേഷിയിലെ വിടവ് നമ്മൾ മനസ്സിലാക്കുകയും വേണം. അതായത് അനിയന്ത്രിതമായ അന്തർവാഹിനി പ്രവേശനത്തിനായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയെ ആക്രമണപരമായി മാപ്പ് ചെയ്യുന്ന ചൈനയുടെ 60-ലധികം സർവേ കപ്പലുകൾക്കെതിരെ ഹൈഡ്രോഗ്രാഫിക് സർവേകൾ നടത്താൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് INS സന്ധായക് മാത്രമേ ഉള്ളൂ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 80% തദ്ദേശീയമായ ഉള്ളടക്കത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച 4 സർവേ വെസലുകളിൽ ആദ്യത്തേതാണ് INS സന്ധായക് എന്നത്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ കപ്പലിന്റെ നാവികസേനയിലേക്കുള്ള പ്രവേശനം. 4 പതിറ്റാണ്ടിന്റെ സേവനത്തിന് ശേഷം 2021-ൽ ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ഹൈഡ്രോഗ്രാഫിക് കപ്പലിന്റെ പുനർജന്മമാണ് സന്ധായക് എന്നത്. അന്നു മുതൽ INS സന്ധായക് പ്രവേശിക്കുന്നത് വരെ ഇന്ത്യൻ നാവികസേനയ്ക്ക് റിസർച്ച് വെസലുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും വിഷമകരം. സമുദ്രത്തിലേക്ക് ശബ്ദതരംഗങ്ങൾ അയച്ചും വെള്ളത്തിനടിയിലെ സാമ്പിളുകൾ ശേഖരിച്ചും സമുദ്രത്തിന്റെ ഘടനകൾ പരിശോധിക്കുന്നതിനാണ് സർവേ കപ്പലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ഡേറ്റാബേസ് അനുസരിച്ച് 1990-നോ അതിനുശേഷമോ നിർമ്മിച്ച 64 രജിസ്റ്റർ ചെയ്ത സർവേ കപ്പലുകളുള്ള ചൈന അമേരിക്കയുടെ 44-ഉം ജപ്പാനിലെ 23-ഉം എന്ന എണ്ണത്തെ മറികടന്നിരുന്നു. 1987-ൽ ശ്രീലങ്കയിൽ നടന്ന ഓപ്പറേഷൻ പവനിൽ പഴയ INS സന്ധായക് ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ശ്രീലങ്കയുടെ വടക്കൻ നഗരമായ ജാഫ്ന തമിഴ് പുലികളുടെ പിടിയിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള ഇന്ത്യൻ സമാധാന സേനയുടെ ദൗത്യത്തിന്റെ കോഡുനാമമാണ് ഓപ്പറേഷൻ പവൻ എന്നറിയപ്പെടുന്നത്. ചൈന കടൽ തീര ഖനന സിദ്ധാന്തം ആക്രമണപരമായി പിന്തുടരുകയും ഇന്ത്യയേക്കാൾ വളരെ മുന്നിലായി ഇക്കാര്യത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്നു. കൂടാതെ ദക്ഷിണ ചൈന കടലിൽ ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെസലുകൾ പോലെയുള്ള ഉപരിതല കപ്പലുകളുടെ പ്രവർത്തനത്തിന് ചൈനയ്ക്ക് അണ്ടർ വാട്ടർ പ്രൊഫൈലിംഗ് വളരെ അത്യാവശ്യമാണ്. അതിനാൽ ഉത്തരവാദിത്ത മേഖലയുടെ കൃത്യമായ റീഡിങ്ങുകൾ ഉണ്ടായിരിക്കാൻ ഇന്ത്യക്ക് കൂടുതൽ സർവേ വെസലുകൾ ആവശ്യമാണ് എന്ന് നാവികസേന വിദഗ്ധർ സൂചിപ്പിക്കുന്നു. തീരദേശ യുദ്ധത്തിന്റെ കാര്യത്തിൽ പ്രാദേശിക ജലത്തെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം പ്രത്യേകിച്ച് കടൽ നിയന്ത്രണത്തിന് അത്യന്താപേക്ഷിതമാണ്. ഭീഷണികൾ തിരിച്ചറിയുന്നതും പ്രതിരോധ നടപടികൾക്കുള്ള യുദ്ധതന്ത്രങ്ങളും തുറസായ സമുദ്രങ്ങളിൽ നിന്നും തിരക്കേറിയ ദ്വീപസമൂഹങ്ങളിലെ ജലത്തിൽ വ്യത്യസ്തമായിരിക്കും. കൂടാതെ യുദ്ധസമയത്ത് മറൈൻ സപ്ലൈ ലൈനുകൾ തുറന്നിടാൻ നാവികസേനയുടെ കാർഗോകൾ അതിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നു എന്ന് ഉറപ്പുവരുത്താനും ഈ ഡേറ്റ ഉപയോഗപ്രദമായിരിക്കും. അതോടൊപ്പം എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലെ കടൽ തീര മാപ്പിംഗിലെ മെച്ചപ്പെടുത്തലും അത്യന്താപേക്ഷിതമാണ്. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓഫ് ദി ലോ ഓഫ് ദി സീ പ്രകാരമുള്ള തർക്കപരിഹാരത്തിന് പരമാധികാരാവകാശവാദങ്ങളുടെയും കടലിടങ്ങളുടെയും ലംഘനങ്ങൾ സ്ഥാപിക്കുന്നതിന് കൃത്യമായ സർവേ റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുന്നു. ഹൈഡ്രോഗ്രാഫിക്കൽ സർവേകൾക്ക് കടലിനടിയിലെ ഖനികൾ കണ്ടെത്തുന്നതിനോ വെള്ളത്തിനടിയിലെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിനോ സഹായിക്കാൻ കഴിയും. ഓപ്പറേഷൻ പവൻ സമയത്ത് ആംബിബിയസ് ലാൻഡിങ്ങുകൾ ആസൂത്രണം ചെയ്യുന്നതിനും സുരക്ഷിതമായ നാവിഗേഷൻ ഉറപ്പാക്കുന്നതിനും സൈനിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും നിർണായകമായ ഹൈഡ്രോഗ്രാഫിക് ഡേറ്റകൾ നൽകിക്കൊണ്ട് INS സന്ധായക് ഇന്ത്യൻ സമാധാന സേനയെ സഹായിച്ചിരുന്നു. കപ്പലിന്റെ ഹൈഡ്രോഗ്രാഫിക് സർവേകൾ അനുയോജ്യമായ ലാൻഡിംഗ് സൈറ്റുകൾ തിരിച്ചറിയാനും വെള്ളത്തിനടിയിലെ തടസ്സങ്ങൾ വിലയിരുത്താനും സഹായിച്ചിരുന്നു. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണുകൾ, തുറമുഖങ്ങൾ, നാവിഗേഷൻ ചാനലുകൾ എന്നിവയുടെ ഹൈഡ്രോഗ്രാഫിക് സർവേകൾക്കായാണ് സന്ധായക് പ്രാഥമികമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സൈനിക ആവശ്യങ്ങൾക്കായി സമുദ്രശാസ്ത്രപരമായ വിവരങ്ങൾ ശേഖരിക്കുന്ന ഈ കപ്പലിന് ഏകദേശം 3800 ടൺ ഡിസ്പ്ലേസ്മെന്റ് നടത്താൻ കഴിയും. ഇതിന് 110 മീറ്റർ നീളവും 6500 നോട്ടിക്കൽ മൈലിന്റെ റേഞ്ചും 16 നോട്ട്സ് വേഗതയിൽ സഞ്ചരിക്കാനും കഴിയും. ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ, റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ, മൾട്ടി ബീം എക്കോ സൗണ്ടർ എന്നിവ ഉൾപ്പെടെ ഹൈഡ്രോഗ്രാഫിക് സെൻസറുകളും അത്യാധുനിക ഉപകരണങ്ങളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. എന്നിരുന്നാലും ഡെറാഡൂണിൽ ഒരു സമർപ്പിത നേവൽ ഹൈഡ്രോഗ്രാഫിക് ഓഫീസ് ഉള്ളതിനാൽ ഇത്തരത്തിലുള്ള കപ്പലുകളുടെ അഭാവം സേനയുടെ കഴിവിനെ തടസ്സപ്പെടുത്തില്ലെന്ന് വിരമിച്ച ഇന്ത്യൻ നേവി ഓഫീസർ മാധ്യമങ്ങളോട് സൂചിപ്പിക്കുന്നു. ഇന്ത്യ ഇതുവരെ സൗഹൃദ രാജ്യങ്ങൾക്കായി ഹൈഡ്രോഗ്രാഫിക് സർവേകൾ നടത്തിവരികയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാൽ ഇന്ത്യ സമുദ്രങ്ങൾ കടന്നെത്തുമ്പോൾ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തേണ്ടതിന്റെ ആവശ്യകത വർദ്ധിക്കുമെന്നും മറ്റു പല രാജ്യങ്ങളെയും പോലെ നാവിഗേഷനായി ഇന്ത്യൻ നാവികസേന ഇപ്പോൾ ഇന്ത്യൻ ചാർട്ടുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നും ഈ ഓഫീസർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കപ്പലുകൾ നടത്തിയ സമുദ്രശാസ്ത്ര ഗവേഷണം വഴി മലാക്ക കടലിടുക്കിലെ ആഴം കുറഞ്ഞ വെള്ളത്തിലൂടെയും കിഴക്കൻ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ വഴിയും നാവിഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ചൈനീസ് അന്തർവാഹിനികൾക്ക് ഉപയോഗിക്കാനാകുന്ന വിലമതിക്കാനാകാത്ത ഡേറ്റ നൽകുന്നതിനാൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കഴിയും.
ശാസ്ത്രീയ പരിശോധനകൾ നടത്താനെന്ന വ്യാജേന ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ എത്തുന്ന ചൈനീസ് ഗവേഷണ കപ്പലുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്ത്യ ആശങ്ക ഉയർത്തിയിരുന്നു. ഇന്ത്യ ശ്രീലങ്കയുമായി കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയത് വഴി ഇന്ത്യയുടെ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കിയ ദ്വീപ് രാഷ്ട്രം ജനുവരി 1 മുതൽ ചൈനീസ് കപ്പലുകൾ അതിന്റെ തുറമുഖങ്ങളിൽ ഡോക്ക് ചെയ്യുന്നതിൽ നിന്നും 1 വർഷത്തെ മൊറട്ടോറിയം ഏർപ്പെടുത്തിയിരുന്നു. ഈ മേഖലയിലേക്ക് വരുന്ന ചൈനീസ് സമുദ്രശാസ്ത്ര സർവേ കപ്പലുകളിൽ അവസാനത്തേത് 2023 സെപ്റ്റംബറിൽ ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖത്തെത്തിയ ഷിയാൻ 6 ആയിരുന്നു. ശാസ്ത്രീയ ഗവേഷണ കപ്പൽ എന്ന് വിളിക്കപ്പെടുന്ന ഷിയാൻ 6 60 പേരടങ്ങുന്ന സംഘമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിന് മറൈൻ ജിയോളജി, മറൈൻ ഇക്കോളജി, സമുദ്രശാസ്ത്രം തുടങ്ങിയ പരീക്ഷണങ്ങൾ നടത്താൻ കഴിയും. കടലിന്റെ അടിത്തട്ടിലെ ഡേറ്റ ശേഖരിക്കുന്നതിനും സമുദ്രത്തിനടിയിലെ പരിസ്ഥിതി മനസ്സിലാക്കുന്നതിനും ജലശാസ്ത്രപരമായ ഡേറ്റ രേഖപ്പെടുത്തുന്നതിനും പുറമെ ഈ കപ്പലുകൾക്ക് സമുദ്രത്തിലെ കേബിളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും മിസൈൽ ഫയറിങ്ങുകളുടെ ടെലിമെട്രി ഡേറ്റ റെക്കോർഡ് ചെയ്യാനും കഴിയും. അതിനാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തങ്ങളുടെ ശ്രമങ്ങൾ ഗുണകരമാണെന്ന ചൈനയുടെ വാദം ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ മേഖലയിൽ ചൈനീസ് നാവികസേന പിന്തുടരുന്ന കഴിവുകൾ മേഖലയിൽ സൈനിക ദൗത്യം ഏറ്റെടുക്കാൻ അവരെ സഹായിക്കുമെന്നും കരുതപ്പെടുന്നു. പ്രത്യക്ഷമായ ശാസ്ത്രീയ ലക്ഷ്യങ്ങൾ കൂടാതെ ഈ സർവേകൾ സിവിലിയൻ സൈനിക ആവശ്യങ്ങൾക്കായി സേവിക്കുന്ന കടൽ തീരാവസ്ഥയെക്കുറിച്ചുള്ള ഡേറ്റ നിർമ്മിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ അവസ്ഥകൾ വിലയിരുത്തുന്നതിൽ ഭൂകമ്പ സംബന്ധമായ ഡേറ്റ നിർണായകമാണെങ്കിലും ഹൈഡ്രോ കാർബണുകളുടെ സാന്നിധ്യം, ജലം, കടൽ തീരാവസ്ഥ എന്നിവയും അന്തർവാഹിനികളെ കണ്ടെത്താനുള്ള കഴിവിനെ ബാധിക്കുന്നു. ശാസ്ത്രീയ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗവേഷണ കപ്പലുകൾക്ക് നാവിക നിരീക്ഷണത്തിനും വിദേശ സൈനിക സൗകര്യങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരശേഖരണത്തിനും സമീപത്ത് പ്രവർത്തിക്കുന്ന കപ്പലുകളെ പറ്റിയും അറിയുന്നതിനായി അവരുടെ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള 90 ഈസ്റ്റ് റിഡ്ജിൽ ചൈനക്കാർക്ക് പ്രത്യേക താൽപ്പര്യമുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ കൊടുമുടി ഇന്ത്യൻ മഹാസമുദ്രത്തെ പടിഞ്ഞാറും കിഴക്കുമായി വേർതിരിക്കുന്നു. ഇന്തോനേഷ്യയ്ക്കും ഇന്ത്യൻ ദ്വീപ സമൂഹമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കും സമീപമുള്ള ചൈനീസ് സർവേ പ്രവർത്തനങ്ങൾ അമേരിക്കൻ നേവിയുടെ ഫിഷ് ഹൂക്ക് സെൻസർ നെറ്റ്വർക്കുകൾ കണ്ടെത്താനാണ് ലക്ഷ്യമിടുന്നത് എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ചൈനീസ് അന്തർവാഹിനികൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിക്കുമ്പോൾ അലാറം ഉയർത്തുന്ന തരത്തിലാണ് ഈ ശൃംഖല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിക്കാൻ ചൈനീസ് ഉപരിതല യുദ്ധക്കപ്പലുകൾ ഉപയോഗിക്കുന്ന സുന്ദ, ലോംബോക്ക് കടലിടുക്കുകൾ പോലെയുള്ള നിർണായക ഇന്ത്യൻ മഹാസമുദ്ര ചോക്ക് പോയിന്റുകൾക്ക് സമീപമാണ് ഈ പ്രദേശം. അതിലെ ആഴം കുറഞ്ഞ ജലം അന്തർവാഹിനികളെ തിരിച്ചറിയാൻ സാധ്യതയുള്ളതാക്കുന്നു. അതിനാൽ ഫിഷ് ഹൂക്ക് നെറ്റ്വർക്കിനൊപ്പം ഇന്ത്യയുടെ സന്ധ്യ സർവേ കപ്പൽ കൂടി എത്തുന്നതോടെ ചൈനീസ് അന്തർവാഹിനികൾക്ക് വലിയ ഭീഷണിയാണ് ഇന്ത്യ നിലവിൽ ഉയർത്തിപ്പോരുന്നത്.